നാരായണായ നമഃ. ഇത് കാടങ്കോട് നെല്ലിക്കാൽ ഗ്രാമത്തിലെ കൈരളി വനിതാ പൂരക്കളി സംഘം. ഒരു കാലത്ത് പുരുഷന്മാർ മാത്രം മേധാവിത്വം പുലർത്തിയിരുന്ന അസാമാന്യ മെയ്വഴക്കം വേണ്ടിവരുന്ന അനുഷ്ഠാനത്തിലൂന്നിയുള്ള ഈ ആയോധന കല മാസങ്ങളോളമുള്ള പരിശീലനത്തിന് ശേഷം അരങ്ങിലെത്തിക്കാൻ പോവുകയാണ്. ആയിരത്തി 1990-കളിൽ ഉത്തര മലബാറിൽ ആദ്യമായി വനിതകളെ പൂരക്കളി പരിശീലിപ്പിച്ച് അരങ്ങിലെത്തിച്ചത് നെല്ലിക്കാൽ കൈരളി വനിതാ പൂരക്കളി സംഘം തന്നെയാണ്. വർഷങ്ങൾക്കിപ്പുറം കൈരളി വനിതാ പൂരക്കളി സംഘം വീണ്ടും അരങ്ങിലെത്തുകയാണ്. വീട്ടമ്മമാരും വിദ്യാർത്ഥികളും അടങ്ങിയ 20 അംഗത്തെ പരിശീലിപ്പിച്ചത് കേരള സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജേതാവായ TV സൗജിത്താണ്. കലാ സാംസ്കാരിക രംഗത്ത് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വനിതകളും കുട്ടികളും അടങ്ങുന്ന വനിതാ പൂരക്കളി സംഘങ്ങളുടെ ഒരു കടന്നുവരവ്. വനിതാ പൂരക്കളി രംഗത്ത് വ്യക്തമായ ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നെല്ലിക്ക പ്രാദേശികം. അന്ന് പരിശീലനം കൊടുത്തത് T. അമ്പു കാവുഞ്ചിറ, അതുപോലെ തന്നെ ജനാർദ്ദൻ നെല്ലിക്കാൽ, ഗംഗാധരൻ കൊയാമ്പ്രം, കുഞ്ഞിഷ പണിക്കർ കാടങ്കോട് എന്നിവരൊക്കെയാണ്. അവരുടെയൊക്കെ ഒരു മേൽനോട്ടം ഇന്നും ടീമിനോടൊപ്പമുണ്ട്. പിന്നെ പരിശീലിപ്പിച്ചത് ഞാനാണെങ്കിലും ആ ഒരു പരിശീലന രംഗത്തും വ്യക്തമായ ഒരു പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അവർക്കത് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ. പൂരക്കളി പ്രത്യേകിച്ച് ഒരു ആയോധന കലയാണ്. അത് സ്ത്രീകൾക്ക് പെട്ടെന്ന് അങ്ങനെ വഴങ്ങുന്ന ഒരു കലാരൂപമല്ല. എന്നാലും വളരെ താല്പര്യത്തോടു കൂടി എല്ലാവരും വന്ന് പരിശീലന കളരിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പെണ്ണിന് പൂരക്കളി വഴങ്ങില്ല എന്ന കാലങ്ങളായുള്ള വായ്മൊഴികൾക്ക് മീതെ ഇന്ന് കാടങ്കോട് നെല്ലിക്കാലിലെ പെൺപട പുതുചരിതം രചിക്കാനിറങ്ങുന്നു. പെണ്ണിന്റെ പൂരവും ആണിന്റെ പൂരക്കളിയും ചേർന്നതാണ് വടക്കൻ കേരളത്തിന്റെ വസന്തോത്സവമായ പൂരം. 3 മാസത്തെ പരിശീലനത്തിനൊടുവിലാണ് ഞങ്ങൾ പൂരക്കളി അരങ്ങേറാൻ പോകുന്നത്. കൈരളി വനിതാ പൂരക്കളി സംഘം എന്ന പേരിലാണ് ഞങ്ങൾ പൂരക്കളി അരങ്ങേറുന്നത്. വീട്ടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ വ്യക്തിത്വം പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ പൂരക്കളി അരങ്ങേറ്റം നമ്മൾ കാണുന്നത്. നവമാധ്യമങ്ങളുടെ കടന്നുവരവിന് ശേഷം ആരും തന്നെ സ്ത്രീകൾ സമൂഹത്തിൽ ഒന്ന് പുറത്ത് വരാനോ അല്ല അവരുടെ കഴിവുകൾ തെളിയിക്കാനോ ഉള്ള ഒരു അവസരം സ്ത്രീകൾ കാണിക്കുന്നില്ല. എല്ലാവരും നവമാധ്യമങ്ങളുടെ മുന്നിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ വ്യക്തിത്വം സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ഈ പൂരക്കളി സംഘത്തിന് പറ്റുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. പൂരം പെൺകുട്ടികളുടേതാണെങ്കിലും ഇതിന്റെ അനുബന്ധ കലാരൂപമായ പൂരക്കളി കാലങ്ങളായി ആൺകോയ്മയുടെ പ്രദർശനശാലകളാണ്. മെയ് വഴക്കം കൊണ്ട് കാണികളെ ത്രസിപ്പിക്കുന്ന പൂരക്കളി സ്ത്രീകൾക്ക് അന്യമായിരുന്നു. എന്നാൽ കാലങ്ങൾക്കിപ്പുറം കാടങ്കോട് കൈരളി വനിതാ പൂരക്കളി സംഘത്തിലെ വളയിട്ട കൈകൾ കൈകൊട്ടിപ്പാട്ടും ഒപ്പം നൃത്തച്ചുവടുകളുമായി ജൂലൈ 7-ാം തീയതി അരങ്ങേറ്റം കുറിക്കുന്നു.